എറണാകുളം ജില്ലയിൽ ആലുവ മൂന്നാർ സ്റ്റേറ്റ് ഹൈവേയിൽ നിന്നും അല്പം മാറി വെങ്ങോല ജംഗ്ഷന് തൊട്ടടുത്തായി ബസ് സ്റ്റോപ്പിൽ നിന്നും ജസ്റ്റ് 100 മീറ്റർ മാത്രം അകലെയായി നിൽക്കുന്ന വിലക്കുറവിൽ ലഭിക്കാവുന്ന ഒരു വീടിൻ്റെ വിശേഷമാണ് ഇന്ന് നിങ്ങളുമായി ഞങ്ങൾ ഷെയർ ചെയ്യുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് നിൽക്കുന്നത്. 2018-ലെയും 19-ലെയും പ്രളയം ബാധിക്കാത്തൊരു ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്നും പെരുമ്പാവൂർ ടൗണിലേക്ക് 3 കിലോമീറ്ററും എയർപോർട്ടിലേക്ക് 14 കിലോമീറ്ററും ദൂരത്തായാണ് ഈ കാണുന്ന വീട് നിൽക്കുന്നത്. വെങ്ങോല പഞ്ചായത്തിലേക്ക് ജസ്റ്റ് 500 മീറ്റർ മാത്രമേ ദൂരം വരുന്നുള്ളൂ. നല്ലൊരു ബോക്സി ടൈപ്പിലാണ് വീടിൻ്റെ എലിവേഷൻ. ഫ്രണ്ടിലായി ടെക്സ്ചർ വർക്കുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കി തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഒരു പ്രൊജക്റ്റിൽ 3 വീടുകളാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ ഒരു വീട് സെയിലായി കഴിഞ്ഞു. ഇനി 2 വീട് മാത്രമേ ലഭ്യമായിട്ടുള്ളൂ. മനോഹരമായ പ്രകൃതി ഭംഗിയോടെ ഇണങ്ങിച്ചേർന്ന് നിൽക്കുന്ന സ്ഥലത്ത് തന്നെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. അത്യാവശ്യം നല്ല നല്ല വീടുകളെല്ലാം സ്ഥിതി ചെയ്യുന്ന ഒരു ഏരിയ കൂടിയാണ്. വീടിൻ്റെ ഫ്രണ്ടിലായി നമുക്ക് കാണാം ഇൻ്റർലോക്ക് കട്ട വിരിച്ച റോഡുകൾ കാണാം. ഈ റോഡ് നേരെ ചെല്ലുന്നത് ബസ് റൂട്ടിലേക്കാണ്. ആ കാണുന്നതാണ് ബസ് റൂട്ട്. അങ്ങനെ നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിലേക്ക് വരാം. ഇൻ്റർലോക്ക് കട്ടകളാണ് ഇവിടെയെല്ലാം വിരിച്ചിരിക്കുന്നത്. മനോഹരമായ ചുറ്റുമതിലിൽ കാണാൻ കഴിയും. അവിടെയായി സ്പോട്ട് ലൈറ്റുകളെല്ലാം വരാനുണ്ട്. ഗേറ്റിൻ്റെ മുകളിലായി ഗേറ്റ് ലൈറ്റും ഫിറ്റ് ചെയ്യാനുണ്ട്. സ്ലൈഡിങ്ങിൽ തുറക്കാവുന്ന ഒരു ഗേറ്റാണ് ഫ്രണ്ടിലായി കൊടുത്തിരിക്കുന്നത്. ജിയുടെ പൈപ്പും CNC കട്ടിങ്ങിൽ ഡിസൈനൊക്കെ ചെയ്താണ് ആ ഒരു ഗേറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. വീടിൻ്റെ അകത്തേക്ക് ഇനി നമുക്ക് വരാം. ഇന്റർലോക്ക് കട്ടകളെല്ലാം വിരിച്ച് മനോഹരമാക്കിയിട്ടുള്ള ഒരു മുറ്റം ഇവിടെ ലഭ്യമാണ്. 2-3 വണ്ടി പാർക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു വലിപ്പമുള്ളൊരു മുറ്റം ഇവിടെ ലഭിക്കുന്നുണ്ട്. ഈ മുറ്റത്തിൻ്റെ ഒരു കോർണറിലായി നമുക്ക് വേസ്റ്റ് കത്തിച്ച് കളയാവുന്ന രീതിയിലുള്ള റിംഗ് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഈ വീടിൻ്റെ പറഞ്ഞേണ്ട മറ്റൊരു കാര്യമാണ് വാട്ടർ സോഴ്സിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് കോമൺ കിണറാണ്. 3 വീടിനും വരുന്ന രീതിയിൽ കോമൺ കിണറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെയെല്ലാം അത്യാവശ്യം നല്ല രീതിയിലുള്ള സെറ്റ് ബാക്ക് ലഭിക്കുന്നുണ്ട്. കൂടാതെ ഇവിടെയായി ഒരു തുണി അലക്കാവുന്ന ഒരു അലക്ക് കല്ലും കൊടുത്തിട്ടുണ്ട്. ചുറ്റുഭാഗത്തൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള സെറ്റ് ബാക്ക് എല്ലാം കൊടുത്താണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഫ്രണ്ടിലേക്ക് തന്നെ തിരിച്ചു വന്നിരിക്കുകയാണ്. പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് ഈ ഒരു വീടിൻ്റെ ഡയറക്ഷൻ വരുന്നത്. വലിയൊരു സിറ്റ് ഔട്ട് ഫ്രണ്ടിലായി നമുക്ക് കാണാൻ കഴിയും. ഗ്രാനൈറ്റും ടൈലുമാണ് അവിടെ ഫ്ലോറിങ്ങിനായി ഉപയോഗിച്ചിരിക്കുന്നത്. മരങ്ങൾക്കായി ഉപയോഗിച്ചിട്ടുള്ളത് ആഞ്ഞിലിയും മഹാഗണിയുമാണ്. സിംഗിൾ പാളിയോടുകൂടി വരുന്ന ഡോറാണ് ഫ്രണ്ടിലായി കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഡോറ് തുറന്ന് വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം. കയറി ചെല്ലുന്നത് മനോഹരമായ ഒരു ലിവിംഗ് ഹാളിലേക്കാണ്. നല്ലൊരു കോർണർ സെറ്റ് ഇട്ടിരിക്കാവുന്ന രീതിയിലുള്ള ഒരു ലിവിംഗ് ഹാൾ ഇവിടെ ലഭ്യമാണ്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടൊരു ലിവിംഗ് ഹാൾ തന്നെയാണ്. സീലിംഗ് വർക്കുകളും LED ലൈറ്റുകളെല്ലാം കൊടുത്ത് ലൂവർ വർക്കുകളെല്ലാം ചെയ്താണ് ലിവിംഗ് ഹാളിൻ്റെ സീലിംഗ് വർക്ക് ചെയ്തിരിക്കുന്നത്. 2 വലിപ്പമുള്ള വിൻഡോകൾ കാണാം. വിൻഡോ എല്ലാം പാനലിംഗ് എല്ലാം ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഇവിടെ നിന്നും ഇനി നമുക്ക് നേരെ ഡൈനിങ് ഹാളിലേക്കാണ് പ്രവേശിക്കേണ്ടത്. ഫ്ലോറിങ്ങിനായി ഐവറി കളറിൽ വരുന്ന വെട്രിഫൈഡ് ടൈലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഡൈനിങ് ഹാളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു 8 സീറ്റർ ടേബിൾ ഇടാവുന്ന രീതിയിലുള്ള ഒരു പ്രൊവിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നേരെ കാണുന്ന ഭിത്തിയിൽ 3 പാളിയുടെ ജനലും കാണാം. നല്ല രീതിയിലുള്ള സീലിംഗ് വർക്കുകൾ ഇവിടെയും ചെയ്തിട്ടുണ്ട്. നേരെ കാണുന്ന ഭിത്തിയിൽ മൾട്ടിവുഡിൽ നിർമ്മിച്ചിട്ടുള്ള TV യൂണിറ്റാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 3 ബെഡ്റൂമിൻ്റെ വീടാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇനി കിച്ചണിലേക്ക് വരാം. വിശാലമായൊരു കിച്ചൺ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിയിൽ കബോർഡ് വർക്കുകളെല്ലാം ചെയ്ത് മനോഹരമാക്കി തന്നെയാണ് കിച്ചൻ്റെ നിർമ്മാണം. ഈ ഒരു കിച്ചൺ കൂടാതെ നമുക്ക് അഡീഷണലായിട്ട് ഒരു വർക്ക് ഏരിയ എടുക്കാവുന്ന ഒരു സ്പേസ് വീടിൻ്റെ മുറ്റത്തായി ലഭിക്കുന്നുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ളൊരു വർക്ക് ഏരിയ തന്നെ എടുക്കാം. ഇനി നമുക്ക് ബെഡ്റൂമിലേക്ക് വരാം. ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമാണ് വരുന്നത്. ഏകദേശം ഒരു 130 സ്ക്വയർ ഫീറ്റിൽ വരുന്ന ബെഡ്റൂമിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. സീലിംഗ് വർക്കുകളും LED ലൈറ്റുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുള്ള ഈ ബെഡ്റൂമിൻ്റെ നേരെ കാണുന്ന ഭിത്തിയിൽ 3 പാളി ജനലും കാണാൻ കഴിയും. ഈ ഒരു കോർണറിലായി കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്ന രീതിയിലാണ് നിർമ്മാണം. അത്യാവശ്യം വലിപ്പമുള്ള ബാത്റൂം തന്നെ ഇവിടെ കാണാൻ കഴിയും. ഇനി നമുക്ക് ഈ ബാത്റൂമിന് നല്ല ക്വാളിറ്റിയുള്ള ഫൈബർ ഡോറുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല മനോഹരമായൊരു ഡോർ തന്നെ ഇവിടെ കാണാം. ഇനി ഹോളിലേക്ക് തിരിച്ചു വരുമ്പോൾ സ്റ്റെയർ കേസിൻ്റെ താഴെയായി നല്ലൊരു ടേബിൾ ടോപ്പോട് കൂടി വരുന്ന ഒരു വാഷ് കൗണ്ടറും നമുക്ക് കാണാൻ കഴിയും. നല്ല മനോഹരമായി തന്നെയാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. സ്റ്റെയറിൻ്റെ ഫ്ലോറിങ്ങിനായി ഉപയോഗിച്ചിട്ടുള്ളത് മനോഹരമായ ബ്ലാക്ക് ടൈലുകളാണ്. ഹാൻഡിലിനായി സ്റ്റീലിൻ്റെ സ്ക്വയർ ട്യൂബാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ നിന്നും സ്റ്റെപ്പ് കയറി നേരെ 1ാമത്തെ നിലയിലേക്ക് വരാം. സ്റ്റെപ്പ് കയറി വരുമ്പോൾ ചെറിയൊരു
സ്പേസിലാണ് ഇപ്പോൾ നമ്മൾ ഒന്നെത്തി നിൽക്കുന്നത്. വെളിച്ചം ലഭിക്കുന്ന രീതിയിലുള്ള വിൻഡോകൾ ഇവിടെയെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സീലിംഗ് വർക്കുകളും നമുക്ക് കാണാം. മുകളിലെ നിലയിൽ 2 ബെഡ്റൂമാണ് ലഭ്യമാവുക. നമുക്ക് ബെഡ്റൂമിലേക്ക് വരുമ്പോൾ ഈ ബെഡ്റൂം താഴെ കണ്ട ബെഡ്റൂമിൻ്റെ സെയിം അളവിൽ അതേ പാറ്റേണിൽ തന്നെ നിർമ്മിച്ചിട്ടുള്ള ബെഡ്റൂമാണ്. കബോർഡ് മാത്രമേ ഈ ഒരു ഭാഗത്തേക്ക് തിരിച്ചു നിർമ്മിച്ചിട്ടുള്ളൂ. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂം എല്ലാം കൊടുത്തു തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള ബെഡ്റൂമുകളും ബാത്റൂമുകളും ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ബസ് സ്റ്റോപ്പിന് തൊട്ടടുത്തായി തന്നെയാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമിലേക്ക് വരാം. ഇവിടെയാണ് അത് വരുന്നത്. ഏകദേശം ഒരു 130ഓളം സ്ക്വയർ ഫീറ്റ് തന്നെ ഈ ബെഡ്റൂമിനും ലഭിക്കുന്നുണ്ട്. സീലിംഗ് വർക്കുകളും എല്ലാം ചെയ്ത് മനോഹരമാക്കിയിട്ടുള്ള ഈ ബെഡ്റൂമിനും കബോർഡ് വർക്ക് കാണാം. ഇനി നമുക്ക് ബാൽക്കണിയിലേക്കാണ് പോവേണ്ടത്. അതിനു മുന്നേ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. എറണാകുളം ജില്ലയിൽ ആലുവ മൂന്നാർ സ്റ്റേറ്റ് ഹൈവേയിൽ നിന്നും അല്പം മാറി വെങ്ങോലക്കടുത്തായി സ്ഥിതി ചെയ്യുന്ന 3.5 സെൻറ്റിൽ 1300 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമോടുകൂടി വരുന്ന ഈ മനോഹരമായ വീടിന് ചോദിക്കുന്ന റേറ്റ് 42 ലക്ഷം രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. മറ്റുള്ള വിശദവിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. മറ്റൊരു പുതിയ വീടുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു എവരിവൺ.